ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 9ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഫാറയെയും ടീനയെയും മെയ്ജ് പിടിക്കുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ വീണ്ടും ഒരു പഴയ ഈവന്റ് ആണ് കാണിക്കുന്നത്. വേറൊന്നുമല്ല, അർണോൾഡ് ഗാർഡനസ് ബ്ലാക്ക് വിങ്ങിനെ വിളിച്ച് തന്റെ സഹോദരനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നതാണ്. ബ്ലാക്ക് വിങ് ഉടനെ തന്നെ സൂപ്പർ പവർ ഉള്ള ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടി അവിടെ എത്തുന്നു. അർണോൾഡ് ഗാർഡനസ് എല്ലാ കാര്യങ്ങളും അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ദേഷ്യത്തിലായിരുന്നു അർണോൾഡ് ഗാർഡനസ് അന്ന് അങ്ങനെ ചെയ്തത്. ബ്ലാക്ക് വിങ്ങിലെ ആളുകളെ കണ്ടു കഴിയുമ്പോൾ തന്നെ സൂപ്പർ പവർ ഉള്ള ആ കുട്ടി പേടിച്ചു പോയി കട്ടിലിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ബ്ലാക്ക് വിങ്ങിലെ ആളുകൾ ബലപ്രയോഗത്തിലൂടെ അവനെ പിടിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങുന്നു. ആ സമയത്തായിരുന്നു അവന് അപസ്മാരം വന്നത്. അന്ന് പ്രയോഗിക്കപ്പെട്ട ആ ശക്തി മൂലമാണ് വാൻഡിമോർ പോലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ അമിതമായിട്ട് ശക്തി പ്രയോഗിച്ചത് കൊണ്ടായിരിക്കണം സ്ട്രോക്കിലേക്ക് അത് വഴിമാറുകയായിരുന്നു. അന്ന് കോമ സ്റ്റേറ്റിലേക്ക് പോയ അദ്ദേഹത്തിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ബ്ലാക്ക് വിങ്ങിൽ ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ കാണിക്കുന്നു. പിന്നെ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. സൂസി ഡെറിക്കിന്റെയും മറ്റുള്ളവരുടെയും മുമ്പിൽ എത്തിയിരുന്നല്ലോ. ദേഷ്യത്തോടെ സൂസി പറയുകയാണ്, വെറും സാധാരണ മനുഷ്യരായ നിങ്ങളെ മെയ്ജ് ഭയപ്പെടുന്നു എന്നോർത്ത് എനിക്ക് പുച്ഛം തോന്നുന്നു. എന്റെ മുമ്പിൽ നിങ്ങൾ വെറും ഉറുമ്പുകളാണ്. അതും പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ പുറകിൽ നിന്ന് വെയ്ഗർ എത്തി അവളെ തടയുന്നു. സീലാസിനോടും മറ്റുള്ളവരോടും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. സീലാസിനോട് പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. ട്രോസ്റ്റ് അവരുടെ രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയാണ്. സീലാസിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ അവനെ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാനാണ് ആവശ്യപ്പെടുന്നത്. ഡെറിക്ക് മറ്റുള്ളവരും ആകട്ടെ അത് തന്നെയാണ് നീ ചെയ്യേണ്ടതെന്ന് പറയുന്നു. പ്രവചനം പൂർത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ അവര് ചെയ്തോളാം എന്ന് പറയുന്നു. അതിനു വേണ്ട പ്ലാനുകളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാൽ സീലാസിന് വെയ്ഗറിനെ സൂസിയുടെ മുമ്പിൽ അങ്ങനെ ഇട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ വെയ്ഗർ ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ സീലാസ് അവിടുന്ന് പോകാൻ തയ്യാറാകുന്നു. അപ്പോഴേക്കും സൂസി അവളുടെ ശക്തി ഉപയോഗിച്ച് വെയ്ഗറുടെ കയ്യിൽ നിന്നും റിലീസ് ആയിരുന്നു. ശേഷം വെയ്ഗറിന് അവളെ ആക്രമിക്കാൻ പോലും അവസരം കൊടുത്തില്ല. സൂസി അവളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വെയ്ഗറിനെ കീഴടക്കുന്നു. അല്പം മാറി ദൂരെ നിന്നുകൊണ്ട് വിഷമത്തോടെ സീലാസ് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അവരങ്ങോട്ട് പോയാൽ അവരും അപകടത്തിലാകും. പ്രവചനവും പൂർത്തിയാകില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സൂസിയും അഹങ്കാരത്തോടെ തന്നെ ആർക്കും കീഴടക്കാനാകില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും മേജിന്റെ ആളുകളും അങ്ങോട്ട് വരുന്നു. അവർ പറയുന്നത് വാൻഡിമോർ കീഴടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോ രക്ഷപ്പെട്ടു പോയവരെ പിടിക്കണോ എന്നാണ്. എന്നാൽ അഹങ്കാരത്തോടെ സൂസി പറയുന്നത് അവർക്ക് മാജിക് ഒന്നും അറിയില്ല, മാജിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും അവരുടെ കയ്യിലില്ല, അവർ എന്റെ മുമ്പിൽ വെറും കീടങ്ങൾ മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് പിന്നീട് അവരെ വെച്ച് ഫണ്ണ് ചെയ്തോളാം എന്ന് പറയുന്നു. കൂടാതെ അവരാ ബോയിനെ കണ്ടെത്തുന്നതിന് മുമ്പ് സൂസി ആ ബോയിനെ കണ്ടെത്തും എന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കെന്നിനെയും സർജന്റിനെയും ഒക്കെയാണ്. അവരിപ്പോൾ മോണയെ പിടിക്കാൻ പോവുകയാണ്. ഡോളിന്റെ രൂപത്തിലുള്ള മോണയെ കാണിച്ചുകൊണ്ട് എല്ലാ പട്ടാളക്കാരോടും പറയുകയാണ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. വളരെ കെയർഫുൾ ആയിട്ട് വേണം മോണയെ ഡീല് ചെയ്യാൻ. മോണ വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷെ നമ്മൾ അവളെ പ്രൊവോക്ക് ചെയ്താൽ മാത്രമേ അവൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ശേഷം അവരകത്ത് കയറി കഴിയുമ്പോൾ ആ ഡോൾ അവിടെ കാണുന്നില്ല. അത് കണ്ടു കഴിയുമ്പോൾ സർജന്റിന് ഭ്രാന്ത് പിടിച്ചതുപോലെ ആകുന്നുണ്ട്. അവിടുന്ന് കിട്ടിയ തോക്കെടുത്ത് അവൻ പല സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നു. അവിടെ എവിടെയെങ്കിലും മോണയുണ്ടെങ്കിലോ എന്ന് കരുതി. ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു അവൻ പെരുമാറിക്കൊണ്ടിരുന്നത്. അവനോട് കാമാകാൻ കെൻ പല പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മോണയ്ക്ക് ഏത് അവസ്ഥയിലേക്കും മാറാം. മോണയെ വെടിവെച്ചാൽ പോലും ഏക്കില്ല. ആ കാര്യങ്ങളൊക്കെ കെൻ പറയുന്നുണ്ടായിരുന്നെങ്കിലും സർജന്റ് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സർജന്റ് അവസാനം പറയുകയാണ്, ഇനിയും മോണ ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ, ഇനി നീ തന്നെയാണ് മോണ എങ്കിലോ, അതും പറഞ്ഞുകൊണ്ട് കെന്നിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. കെൻ അപ്പോൾ പല പ്രാവശ്യവും താൻ മോണയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സർജന്റിന്റെ കയ്യിൽ 2 തോക്കുകളുണ്ട്. അവൻ പോക്കറ്റിൽ നിന്നല്ല തോക്ക് എടുത്തിരിക്കുന്നത്, അവിടെ എവിടെയോ ഉണ്ടായിരുന്ന തോക്കാണ് എടുത്തിരിക്കുന്നത്. അതായത് അതാണ് മോണ. ഡോളിന്റെ രൂപത്തിൽ നിന്ന് തോക്കിലേക്ക് മോണ മാറിയിരിക്കുന്നു. കെൻ ബുദ്ധിമാനായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ അപ്പോഴേക്കും ചങ്ങലയുടെ രൂപത്തിലേക്ക് മാറി മോണ സർജന്റിന്റെ കഴുത്തിറുക്കിയിരുന്നു. ചങ്ങലയായി മാറി കഴുത്ത് ചുറ്റി വരുന്നത് കൊണ്ട് തന്നെ സർജന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പട്ടാളക്കാരോടാകട്ടെ കെൻ ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കാമാക്കിയതിനു ശേഷം ശാന്തമായിട്ട് മോണയോട് കെൻ സംസാരിക്കുകയാണ്. മോണ, ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞങ്ങൾക്കറിയാം നീയാണ് ഡെറിക്കിനെ രക്ഷിച്ചതെന്ന്. നീ ഡെറിക്കിന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്കും നിന്റെ നല്ലൊരു ഫ്രണ്ട് ആകണമെന്ന താല്പര്യമുണ്ട്. ഡെറിക്ക് ഇപ്പോൾ അപകടത്തിലാണ്. അവനെ രക്ഷിക്കണമെങ്കിൽ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മോണ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. ജെയും ടീനയും നോക്കുകയാണെങ്കിൽ അവർക്ക് ബോധം വന്നിരിക്കുന്നു. അവർക്ക് മുറിവുകളൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ നല്ല ശരീരവേദനയുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊന്നും മേജ് ഇല്ല. മേജ് ഇപ്പോഴും ദൂരെ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഷെർലോക്ക് ഒരു അടിമയെ പോലെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. ടീനയും ഫാറയും ദൂരെ നിന്നാണ് അതെല്ലാം കാണുന്നത്. ടീന അപ്പോൾ ഷെർലോക്കിനെ വിളിക്കാനൊക്കെ പോകുന്നുണ്ട്. ഫാറയാണ് അപ്പോൾ അവളെ തടയുന്നത്. എന്നിട്ട് ബോബിനെ പോലെ തന്നെ ഷെർലോക്കിനെയും മേജ്
അടിമയാക്കി വെച്ചിരിക്കുകയാണ്. നേരെ പോയി അവന്റെ വായിൽ ചെന്ന് കൊടുത്താൽ നമ്മുടെയും അവസ്ഥ അതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മേജിനെ കീഴടക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് ടീന എഴുന്നേറ്റ് നടക്കുമ്പോൾ തന്നെ തളർന്നു വീണു പോവുകയാണ്. ഫാറയ്ക്കും അപ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇപ്പോഴേ അവർ മേജിന്റെ കൺട്രോളിലാണെന്ന്. പിന്നെ കാണിക്കുന്നത് പ്രീസ്റ്റിനെയും മറ്റുള്ളവരെയുമാണ്. ദൂരെ നിന്ന് ബാർട്ടും പാൻഡോട്രോസും അങ്ങോട്ട് വരുന്നത് അവൻ കാണുന്നു. ഉടനെ തന്നെ കെന്നിനെയാണ് പ്രീസ്റ്റ് ബന്ധപ്പെടുന്നത്. കാരണം ബാർട്ട് അടുത്തുണ്ടായിട്ടും മരിക്കാതിരുന്നത് കെന്ന് മാത്രമായിരുന്നല്ലോ. അതുകൊണ്ട് ഇവിടെ കെന്നിന്റെ സഹായം വേണമെന്നാണ് പ്രീസ്റ്റ് പറയുന്നത്. ബാർട്ടിനെയും പാൻഡോട്രോസ്റ്റിനെയും നോക്കുകയാണെങ്കിൽ ദൂരെ വെച്ച് തന്നെ ബ്ലാക്ക് വിങ്ങിനെ അവരും കാണുന്നു. അവർ വാരിയേഴ്സ് ആണോ എന്നാണ് പാൻഡോട്രോസ്റ്റ് അപ്പോൾ ബാർട്ടിനോട് ചോദിക്കുന്നത്. ബാർട്ട് അപ്പോൾ പറയുകയാണ്, വാരിയേഴ്സ് ഒന്നുമല്ല, അവർ ബ്ലാക്ക് വിങ് ആണ്, അവരെ നമ്മൾ സൂക്ഷിക്കണം. പാൻഡോട്രോസ്റ്റ് അത് കേട്ട് കഴിയുമ്പോൾ പറയുകയാണ്, അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട, വാൻഡിമോറിലെ ഏറ്റവും വലിയ പോരാളി ഞാനാണ്. അവരടുത്ത് എത്തിക്കഴിയുമ്പോൾ തന്നെ പ്രീസ്റ്റ് എല്ലാ പട്ടാളക്കാരോടും പറയുകയാണ്, ഒരു കാരണവശാലും അവളെ അറ്റാക്ക് ചെയ്യരുത്. നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാകില്ല, അതുകൊണ്ട് ആരും അറ്റാക്ക് ചെയ്യരുത്. ശേഷം ബാർട്ടും പാൻഡോട്രോസ്റ്റും അവിടെ എത്തിക്കഴിയുമ്പോൾ കൗശലപൂർവ്വം വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പ്രീസ്റ്റ് അവരോട് സംസാരിക്കുന്നത്. അതിൽ നിന്ന് പ്രീസ്റ്റിന് മനസ്സിലാകുന്നു അവരെ ആക്രമിക്കാനൊന്നുമല്ല ബാർട്ട് അവിടെ എത്തിയിരിക്കുന്നത്. അവർക്ക് ആ വീടിന്റെ ഉള്ളിൽ കയറി വാൻഡിമോറിലേക്ക് പോകണം. എന്നാൽ പ്രീസ്റ്റിന് അവരുടെ ആ ആവശ്യം നടത്തി കൊടുക്കാനാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീഡിയോ കോളിൽ കെന്നുമായിട്ട് അവൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ബാർട്ടിന് കാണിച്ചു കൊടുക്കുന്നു. പരസ്പരം കണ്ടു കഴിയുമ്പോൾ കെന്നിനും ബാർട്ടിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ബാർട്ട് അവനെ രക്ഷിക്കാൻ സാധിക്കാഞ്ഞതിൽ ക്ഷമാപണം ഒക്കെ നടത്തുന്നു. അവനെ രക്ഷിക്കാനൊക്കെ വരാമെന്നൊക്കെ പറയുന്നു. എന്നാൽ കെൻ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവർ നല്ലവണ്ണമാണ് എന്നെ നോക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നീയും അങ്ങോട്ട് വന്നം എന്നൊക്കെയാണ് കെന്ന് പറയുന്നത്. എന്നാൽ ബാർട്ടിന് ബ്ലാക്ക് വിങ്ങിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. അത് മോശപ്പെട്ട സ്ഥലമാണെന്നാണ് ബാർട്ട് പറയുന്നത്. കെൻ കൗശലപൂർവ്വം എത്രയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ബാർട്ടിനെ വാൻഡിമോറിലേക്ക് തന്നെ പോകാനായിരുന്നു താല്പര്യം. അത് മാത്രമല്ല ഇപ്പോഴുള്ള അവളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് പാൻഡോട്രോസിനെയും പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം വാൻഡിമോറിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. പ്രീസ്റ്റ് വീണ്ടും സംസാരിച്ച് ബാർട്ടിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവനും ബാർട്ടിന്റെ ഫ്രണ്ടാണ്, ബ്ലാക്ക് വിങ്ങിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് കൗശലപൂർവ്വം ബാർട്ടിനെ ബ്ലാക്ക് വിങ്ങിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു പട്ടാളക്കാരൻ അവരെ ആക്രമിക്കാൻ പോലും ശ്രമിക്കുന്നു. എന്നാൽ മികച്ച ഒരു പോരാളി ആയതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി പാൻഡോട്രോസ്റ്റ് അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. വാളുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് പാൻഡോട്രോസ്റ്റ് നടത്തിയത്. ചുറ്റിനുമുണ്ടായിരുന്ന എല്ലാവരെയും അവൻ ആക്രമിച്ച് കീഴടക്കി. ബാർട്ടാകട്ടെ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാതിരിക്കണമെങ്കിൽ അവരുടെ വഴിക്ക് തടസ്സം നിൽക്കരുത് എന്ന് പറയുന്നു. എന്നാൽ എന്നിട്ടും പ്രീസ്റ്റ് മുന്നിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. ട്രോസ്റ്റ് അപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക പോലത്തെ വാൾ ഉപയോഗിച്ച് അവന്റെ മുഖത്തൊരു കുത്തു കൊടുക്കുന്നു. അതിനുശേഷം കെന്നിനോട് എപ്പോഴെങ്കിലും നിന്റെ മനസ്സ് മാറുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നു. വാൻഡിമോറിലേക്ക് പോകാൻ പോവുകയാണ്. ടോഡിനെയും ഡെർക്കിനെയും നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് വിങ്ങിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് അവർ ചർച്ച ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ വേണമെന്നതിനെ കുറിച്ചൊക്കെ ടോഡ് പറയുന്നു. അല്ല എങ്കിൽ പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവന് ആ അസുഖം വരുന്നു. അമാൻഡയാകട്ടെ ഇതേ സമയം ആരോടും അവനെ സഹായിക്കരുത് എന്ന് പറയുന്നു. ശേഷം ഭക്തി വാപ്പനസി എങ്ങനെയാണോ അതിനെ അതിജീവിക്കാൻ അമാൻഡയെ പഠിപ്പിച്ചത് അതേപോലെയുള്ള കാര്യങ്ങൾ അമാൻഡ ടോഡിനോടും പറഞ്ഞു കൊടുക്കുന്നു. ആദ്യമൊക്കെ അവനത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അമാൻഡ അവനെ ശകാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവസാനം അത് സക്സസ് ആയി. കാലിൽ ഒരു കമ്പി വലിഞ്ഞു മുറുകുന്നത് പോലെയായിരുന്നു അവന് അനുഭവപ്പെട്ടത്. അവൻ മാത്രമേ ആദ്യം അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷെ അവസാനം അതിനെ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ കമ്പിയെ കാണാൻ സാധിച്ചു. അമാൻഡയുടെ സഹായത്തോടു കൂടിയാണ് ബ്ലാക്ക് വിങ്ങിലേക്ക് അവർ പോകാൻ പോകുന്നത്. ഭക്തി വാപ്പനസി ഒരിക്കൽ അതേപോലെ തന്നെ ബ്ലാക്ക് വിങ്ങിലേക്ക് അവളെ കൊണ്ടുപോയിരുന്നല്ലോ. അതിനെപ്പറ്റി അവൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. കാരണം അന്ന് ഭക്തി വാപ്പനസിയുടെ സഹായത്തോടെയാണ് അത് ചെയ്തത്. അതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ അവൾ പറയുന്നുള്ളൂ. പിന്നെ കാണിക്കുന്നത് മോണയെ ബ്ലാക്ക് വിങ്ങിൽ അവർ ചോദ്യം ചെയ്യുന്നതാണ്. പേടിച്ചാണ് സർജന്റ് സ്വയം പരിചയപ്പെടുത്തുന്നതും അവളോട് സംസാരിക്കുന്നതും. മോണയാകട്ടെ ആദ്യമേ തന്നെ ചോദിക്കുന്നത് അവന്റെ കഴുത്തിന് എങ്ങനെയുണ്ട് എന്നാണ്. ഇപ്പോഴും നല്ല വേദനയുണ്ട് എന്ന് പറയുമ്പോൾ മോണ പറയുകയാണ്, നിങ്ങൾ എന്നെ പേടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ആക്രമിച്ചത് എന്നാണ്. ഇപ്പോഴും ചുറ്റുമുള്ളവർ തന്നെ പേടിപ്പിക്കുകയാണ് എന്നും പറയുന്നു. അപ്പോ സർജന്റ് പറയുകയാണ്, ഇവരിവിടെ അത്യാവശ്യമാണ്, അല്ല എങ്കിൽ നീ വല്ല കരടിയുമായിട്ട് മാറി ഞങ്ങളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലോ. മോണ അപ്പോൾ പറയുകയാണ്, നിങ്ങളെ കൊല്ലണമെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഒരു കരടിയായിട്ട് മാറുന്നത് എന്തിനാണ്, ഒരു എയ്റോപ്ലെയിൻ ആയിട്ട് മാറി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തീരില്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് സർജന്റ് പറയുന്നു. അപ്പോഴേക്കും കെൻ അവിടെ എത്തി സർജന്റിനോട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറയുന്നു. ഇപ്പോ കെന്നിന് സർജന്റിനേക്കാളും മുകളിലുള്ള പദവി ഉള്ളതുപോലെയാണ് അവന്റെ പെരുമാറ്റം. അതിനുശേഷം കെൻ മോണയോട് പറയുകയാണ്, ഡെറിക് ഇപ്പോൾ അപകടത്തിലാണ്, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്, പറയൂ എന്തിനാണ് നീ ഒരു ഡോളായിട്ട് മാറിയത്. പക്ഷെ എന്തുകൊണ്ടാണ് ഡോളായിട്ട് മാറിയതെന്ന് മോണയ്ക്ക് പോലും അറിയില്ല. അതിനുശേഷം ചോദിക്കുന്നത് എന്തിനാണ് ഡെറിക്കിനെ രക്ഷിച്ചതെന്നാണ്. അതിന്
അതിന് മോണ ഉത്തരം പറയുന്നത് മോണയല്ല ഡെറിക്കിനെ രക്ഷിച്ചത് എന്നാണ്. ഒരു ദിവസം ഒരു ശബ്ദം അവളോട് പറഞ്ഞു, അവളുടെ കണ്ണ് കടം തരുമോ എന്ന്. ഡെറിക് എന്ന വ്യക്തിയെ അവർക്ക് അവരുടെ ലോകത്ത് എത്തിക്കണമായിരുന്നു, പ്രവചനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, ഒരു കുട്ടിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ഞാനത് സമ്മതിക്കുകയായിരുന്നു. ശേഷം എന്റെ കണ്ണ് ഉപയോഗിച്ച് ഡെറിക്കിനെ കണ്ടുപിടിക്കുകയും അവരുടെ ശക്തി ഉപയോഗിച്ച് ഡെറിക്കിനെ ഇവിടുന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്യുകയായിരുന്നു. അത് കേട്ട് കെൻ വലിയ ഉപകാരം എന്ന് പറയുന്നു. മോണയല്ല ഡെറിക്കിനെ രക്ഷിച്ചതിന്റെ പിന്നിലെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ വക്തിവാപ്നിസിയാണ് അതിന്റെ പിന്നിലെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. മോണയാകട്ടെ ഇനി തനിക്ക് പോകാമോ എന്ന് ചോദിക്കുന്നു. കെൻ അപ്പോൾ വളരെ വിനയത്തോടെ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ കുറച്ചു നേരം കൂടി നിൽക്കാമോ എന്ന് ചോദിക്കുന്നു. അതിന് മോണ സമ്മതിക്കുകയും ചെയ്യുന്നു. കെന്നാകട്ടെ സർജന്റിനെയും കൂട്ടി അവിടുന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് വാൻഡിമോറിൽ എത്തിയിരിക്കുന്ന പാൻഡോട്രോസ്റ്റിനെയും ബാർട്ടിനെയുമാണ്. അവിടുത്തെ ചന്ദ്രനെ കണ്ടു കഴിയുമ്പോൾ ബാർട്ടി ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. അതേ അത്ഭുതം തന്നെയായിരുന്നു ട്രോസ്റ്റിന് അവരുടെ ലോകത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ. ട്രോസ്റ്റ് ഇവിടെ ജീവിച്ചത് കൊണ്ട് തന്നെ ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകാനുള്ള ഡയറക്ഷനിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ബാർട്ട് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാമെന്നാണ്. എന്നാൽ തന്റെ വീട് ആ ഡയറക്ഷനിലേക്കല്ല ഈ ഡയറക്ഷനിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാൻഡോട്രോസ്റ്റ് അങ്ങോട്ട് പോകാമെന്ന് ബാർട്ടിനോട് അപേക്ഷിക്കുന്നു. ബാർട്ടിന്റെ മനസ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബാർട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും സീലാസ് ആ ഡയറക്ഷനിൽ നിന്ന് വരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ബാർട്ടിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ബാർട്ട് അത് കേട്ട് കഴിയുമ്പോൾ, ഓ നിങ്ങളാണല്ലേ സീലാസ്, നിങ്ങൾക്ക് ദുഷ്ടയായിട്ടുള്ള ഒരു അമ്മയില്ലേ, ഞാൻ അതിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നു എന്നൊക്കെ പറയുന്നു. പാൻഡോട്രോസ്റ്റ് അത് കേട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട്. അവനായിരിക്കും അത് പറഞ്ഞു കൊടുത്തതെന്ന് സീലാസിനെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാമല്ലോ. എന്നാൽ ഉടനെ തന്നെ പാൻഡോട്രോസ്റ്റ് വിഷയം മാറ്റുകയായിരുന്നു. അതിനുശേഷം ട്രോസ്റ്റിന്റെ ആളുകൾ ഡെൻഡിമോറിലുള്ളവരെ ആക്രമിക്കാൻ വന്നതുകൊണ്ട് തന്നെ സീലാസിന്റെ അമ്മയെയും മറ്റുള്ളവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയും യുദ്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അവർ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നു. അതായത് ബാർട്ട് പറഞ്ഞ അതേ ഡയറക്ഷനിലേക്ക് തന്നെ. പിന്നെ കാണിക്കുന്നത് സൂസിയെയും മേജിന്റെ ആളുകളെയുമാണ്. ദുഷ്ടസ്വരത്തിൽ സൂസി പറയുകയാണ്, ആ വിഡ്ഢികളിൽ നിന്ന് ആ കുട്ടി എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ വാൻഡിമോർ കീഴടക്കാം. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ആ കുട്ടിയെ കണ്ടുപിടിച്ച് കൊല്ലുക. അതിന് മേജിന്റെ ആളുകളെ തന്നെയാണ് അങ്ങോട്ട് വിടുന്നത്. വക്തിവാപ്നസിയുടെ പൂളിന്റെ സഹായത്തോടെയാണ് അങ്ങോട്ട് വിടാൻ ഒരുങ്ങുന്നത്. വക്തിവാപ്നസി ഡെറിക്കിനെയൊക്കെ രക്ഷിച്ചത് ഈ പൂള് വഴിയാണ് എന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. മേജിന്റെ ആളുകൾ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയെ എങ്ങനെ മനസ്സിലാക്കുമെന്ന്. സൂസി അപ്പോൾ പറയുന്നത് അവിടെ കാണുന്ന എല്ലാവരെയും അങ്ങ് കൊന്നു കളയാനാണ്. ശേഷം ഒരു ദുഷ്ട ചിരി ചിരിക്കുന്നുണ്ട്. കെന്നിനെയും സർജന്റിനെയും നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് സർജന്റ് ചോദിക്കുന്നു. അപ്പോ കെന്ന് ആ ബോയിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ കോമയിലുള്ള ആ അപ്പൂപ്പനെ കുറിച്ച് തന്നെ. അയാൾക്ക് സ്വപ്നം കണ്ടുകൊണ്ട് സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഫെയറി ടെയിൽ പോലെ വാൻഡിമോർ എന്ന ഒരു ലോകം ഉണ്ടാക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് ഫയലുകൾ പറയുന്നുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ സ്ട്രോക്ക് വന്ന സമയത്ത് അദ്ദേഹം അതിൽ വിജയിച്ചു. പക്ഷേ ഈ ഇടക്ക് കൂടി അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നല്ലോ, അത് വാൻഡിമോറിലെ അവസ്ഥ ആകെ മോശമാക്കിയിട്ടുണ്ട്. സർജന്റ് അപ്പോൾ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഡെറിക്കിനെ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയതെന്നാണ്. കെൻ അതിന് മറുപടി പറയുന്നത് അവർക്ക് ചിലപ്പോൾ അതിന് ഡെറിക്കിന്റെ സഹായം വേണമായിരിക്കും എന്നാണ്. സർജന്റ് അതിനുശേഷം അവസാനം പറയുകയാണ്, ഇവിടെ ഞാനല്ലേ ഇൻചാർജ്, നിന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് നീ ഇവിടുത്തെ ഇൻചാർജ് ആയതുപോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്, നീ എന്നെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഞാനാണ് ഇവിടുത്തെ ഇൻചാർജ്. എന്നാൽ കെൻ ഇതേ സമയം പറയുകയാണ്, തുടക്കത്തിലെ തന്നെ ആ കാര്യത്തിൽ നമ്മൾ ഒരു ധാരണ വരുത്തിയതാണ്, നമ്മൾ രണ്ടുപേരും ഈക്വൽ ആയിരിക്കുമെന്ന്. ഇനി അത് നിനക്ക് എന്നിൽ നിന്ന് എടുക്കാനാകില്ല. സർജന്റിനാണെങ്കിൽ എന്ത് പറയാൻ, സർജന്റിന് അവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും മാനേജ് ചെയ്യാൻ അറിയില്ല, അതിനുള്ള ബുദ്ധിയില്ല, കഴിവില്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. കെന്നാകട്ടെ അതിനുശേഷം പറയുന്നത് ഈ സ്ഥലം മുഴുവനും സീല് ചെയ്ത് സെക്യൂർ ആക്കണമെന്നാണ്. ആ ബോയിനെ അല്ലെങ്കിൽ ആ വൃദ്ധനെ കൊണ്ടുപോകാൻ ഉടനെ തന്നെ ആളുകൾ അവിടെ എത്തുമെന്ന് കെന്നിന് മനസ്സിലായി. അതുകൊണ്ടാണ് കെൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അപ്പോഴേക്കും സൂസി കിട്ട ആളുകൾ അവിടെ എത്തിയിരുന്നു. അവരവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ വലിയ ഷൂട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. മേജ് അവർക്കും തോക്കുകൾ എത്തിച്ചു കൊടുത്തിരുന്നല്ലോ. കെന്നാകട്ടെ ഉടനെ തന്നെ എല്ലാവരെയും ബന്ധപ്പെട്ട് ആ ബോയിനെ അല്ലെങ്കിൽ ആ വൃദ്ധനെ സെക്യൂർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ശേഷം കെൻ അവിടെ നിന്ന് ഓടി പോവുകയാണ്. മേജിന്റെ ഒരുപാട് ആളുകൾ അവിടെ എത്തിയത് കൊണ്ട് തന്നെ ആധിപത്യം പുലർത്തിയതും അവര് തന്നെയാണ്. അവരുടെ കുറച്ചാളുകൾ മാത്രമേ മരിച്ചു പോയുള്ളൂ. വലിയൊരു കൂട്ടക്കൊല തന്നെയായിരുന്നു മേജിന്റെ ആളുകൾ അവിടെ നടത്തിയത്. ടീനയെയും ഫാറയെയും നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും മേജിനെ വളഞ്ഞുകൊണ്ട് അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു. അയ്യോ പോലീസ്, അയ്യോ പോലീസ്, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്ന രീതിയിലാണ് മേജ് സംസാരിക്കുന്നത്. ഉടനെ തന്നെ ഫാറ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ മാജിക്കൽ സ്റ്റിക്ക് ഉപയോഗിച്ച് മേജ് അത് തടയുകയാണ്. ശേഷം മേജ് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നാണോ കരുതിയത്? നിങ്ങൾ എന്തൊക്കെ തന്നെ പ്ലാൻ ചെയ്തു വന്നാലും ഒരു കാര്യവും ഉണ്ടാകില്ല. ഫാറയാകട്ടെ അയാളെ പേടിയൊന്നുമില്ല, അയാളുടെ കയ്യിലുള്ള സ്റ്റിക്ക് താഴെ ഇടാനൊക്കെ പറയുന്നു. എന്നാൽ അത് കേട്ട് കഴിയുമ്പോൾ ഫാറയുടെ പേര് വിളിച്ചുകൊണ്ട് നിന്റെ അച്ഛന്റെ അടുത്തേക്ക് നിന്നെ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഫാറയുടെ തോക്ക്
തോക്ക് ടീനയുടെ നേരെയും ടീനയുടെ തോക്ക് ഫാറയുടെ നേരെയും ആക്കുന്നു. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. പരസ്പരം ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ അവർ തീരുമെന്ന് അവർ കരുതുന്നു. എന്നാൽ കുറച്ചുകൂടി ഫണ്ണായിട്ട് കുറച്ചുകൂടി കുസൃതി ഒപ്പിക്കാനാണ് മെയ്ജ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൈയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. ടീന അപ്പോൾ ഷെർലോക്കിനെ പല പ്രാവശ്യവും വിളിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഷെർലോക്ക് ഇപ്പോൾ മെയ്ജിന്റെ ഒരു പപ്പറ്റ് മാത്രമാണല്ലോ, അതുകൊണ്ട് ഷെർലോക്ക് ഉത്തരമൊന്നും പറയുന്നില്ല. മെയ്ജ് ആണ് അതിന് ഉത്തരം പറയുന്നത്. അത് മുഴുവനും എക്സ്പ്ലോഷന് വേണ്ടിയുള്ള ഐറ്റംസ് ആയിരുന്നു. വാൻഡിമോറിലേക്ക് പോകാനുള്ള ആ വീട് തകർക്കാനാണ് മെയ്ജ് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ നിന്ന് ആരും ഇങ്ങോട്ടോ ഇവിടെ നിന്ന് ആരും അങ്ങോട്ടോ പോകരുത്. അതിനുശേഷം ഷെർലോക്കിനെ കൊണ്ട് തന്നെ ഷെർലോക്കിന്റെ തോക്ക് ഉപയോഗിച്ച് അവരെ ഷൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഫാറയ്ക്കും ടീനയ്ക്കും അത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് വിഷമമാകുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്റെ ഫ്രണ്ടാണ്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷെർലോക്കിന് അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. മെയ്ജ് അത് കണ്ട് ശരിക്കും സന്തോഷിക്കുകയാണ്. ഒരു ആർമിയെ വിട്ട് വാൻഡിമോർ മുഴുവനും നശിപ്പിക്കുന്നതിനേക്കാളും ഫണ്ണ് ഇതാണ് എന്ന് പോലും പറയുന്നു. അതിനുശേഷം എല്ലാവരെയും പരസ്പരം ഷൂട്ട് ചെയ്യിപ്പിക്കുകയാണ്. ആർക്കും പരസ്പരം ഷൂട്ട് ചെയ്യുന്നത് തടയാനായില്ല. എങ്കിലും തലയിലൊന്നും ഷൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആരും മരിച്ചിട്ടില്ല. എന്നാൽ ഉടനെ തന്നെ ഫാറ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തോക്കിന്റെ മാഗസിൻ റിലീസ് ചെയ്യുകയാണ്. മെയ്ജ് ഫാറ സ്വയം ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ മാഗസിൻ ഇല്ലാത്തത് കൊണ്ട് ഫാറ രക്ഷപ്പെട്ടു. പക്ഷെ അതിനുശേഷം ടീനയെ ഉപയോഗിച്ച് ഫാറയെ കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ഉടനെ തന്നെ ഫാറ ഓടിച്ചെന്ന് അത് തടയുകയും മെയ്ജിന്റെ നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതുമൂലം മെയ്ജിന്റെ കയ്യിലുണ്ടായിരുന്ന മാജിക് സ്റ്റിക്ക് തെറിച്ചുപോയി. ദേഷ്യത്തോടെ മെയ്ജ് പറയുകയാണ്, എന്റെ നേരെ ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യമോ? വാൻഡിമോറിലെ ആർക്കും എന്നെ തോൽപ്പിക്കാനാകില്ല. അപ്പോ ഫാറ പറയുകയാണ്, അതിന് നിങ്ങളിപ്പോൾ വാൻഡിമോറിലല്ല. അതും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാറിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അവിടെയായിരുന്നു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് ഷെർലോക്ക് വെച്ചത്. അതുമൂലം വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടാവുകയാണ്. അതിന്റെ അടുത്ത് തന്നെയായിരുന്നു മെയ്ജും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ മെയ്ജും മരിച്ചു പോകുന്നു. ഷെർലോക്കും മെയ്ജിന്റെ കൺട്രോളിൽ നിന്ന് തിരികെ വരുന്നു. അവിടെ എന്താണ് നടന്നതെന്ന് പോലും ഷെർലോക്കിന് മനസ്സിലാകുന്നില്ല. പാൻഡോട്രോസ്റ്റിനെയും ബാർട്ടിനെയും ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പരസ്പരം ഫൈറ്റ് ചെയ്ത് എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. ആകെ ഇപ്പോൾ അവശേഷിക്കുന്നത് പാൻഡോട്രോസ്റ്റിന്റെ ഫാദറും സീലാസിന്റെ അമ്മയും മാത്രമാണ്. അവർ ഇപ്പോഴും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ട്രോസ്റ്റും സീലാസും ഓടി വന്ന് അവരെ തടയുന്നു. ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടി, എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവർ ചോദിക്കുന്നു. എങ്കിലും ഇനിയും സമയം വൈകിട്ടില്ല, എല്ലാം ശരിയാക്കാം, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വാൻഡിമോർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് അവർ പറയുന്നു. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പാൻഡോട്രോസ്റ്റും സീലാസും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ള കാര്യം അവർ പറയുന്നു. അതിനുശേഷം ഇത്രയും ആളുകൾ മരിച്ചത് വെറുതെ ആവരുത്, ഇനിയും നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ അനുവദിക്കരുത്, എല്ലാം നമുക്ക് ശരിയാക്കണമെന്ന് അവർ പറയുന്നു. ബാർട്ടും സന്തോഷത്തോടെ പറയുകയാണ്, കണ്ടില്ലേ എല്ലാം ശരിയായിരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും മെയ്ജിന്റെ മറ്റൊരു സൈന്യം അവിടെ എത്തിയിരുന്നു. ഒട്ടും താമസിച്ചില്ല, അവരുടെ നേരെ മെയ്ജിന്റെ ആളുകൾ ചറപറ ഷൂട്ട് ചെയ്യുകയാണ്. അതിൽപ്പെട്ട് പാൻഡോട്രോസ്റ്റും സീലാസും അവരുടെ പാരന്റ്സും എല്ലാവരും മരിക്കുകയാണ്, ബാർട്ട് ഒഴികെ. ബാർട്ടിന്റെ കാര്യം അറിയാമല്ലോ, അങ്ങനെയൊന്നും എളുപ്പത്തിൽ ചാവില്ല. പാൻഡോട്രോസ്റ്റ് മരിച്ചതുകൊണ്ട് തന്നെ ബാർട്ടിന് ഒരുപാട് വിഷമമാകുന്നു. പാൻഡോട്രോസ്റ്റിന്റെ പേര് വിളിച്ച് ഒരുപാട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദേഷ്യത്തോടെ മെയ്ജിന്റെ ആർമിയുടെ നേരെ നിന്നുകൊണ്ട് ചെയിൻസോ റെഡിയാക്കുന്ന സമയത്തുള്ള ഒരു ലുക്കുണ്ട്. എല്ലാവരെയും ചുട്ടെരിക്കാനുള്ള ദേഷ്യം ആ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴേക്കും വീണ്ടും മെയ്ജിന്റെ കുറെ സൈന്യം അവിടെ എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എന്തായിരിക്കും നടക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് കാണിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കാണിക്കുന്നത് പക്ഷി സ്ത്രീ ഡെറിക്കിനെയും മറ്റുള്ളവരെയും ഡെറിക്കും ടോഡും അങ്ങോട്ട് വന്ന പൂളിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അവർ വാൻഡിമോറിലേക്ക് വന്ന സമയത്ത് പക്ഷി സ്ത്രീ അവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷി സ്ത്രീക്ക് നല്ല ബുദ്ധിയൊക്കെയുണ്ട്. അതിനുശേഷം അമാൻഡെ വെള്ളത്തിൽ കൈമുക്കി ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അധിക നേരം അമാൻഡയ്ക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. അമാൻഡെ പറയുകയാണ്, എന്റെ ഈ എനർജി വെച്ച് നിനക്ക് അങ്ങോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല, നീ അവിടെ ട്രാപ്പ് ആയിട്ട് പോകും. ഞാൻ വക്തി വാപ്പനസിയുടെ സഹായത്തോടെ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഡെറിക്ക് അത് ശരിയാകില്ല എന്ന് പറയുന്നു. പക്ഷി സ്ത്രീ ആകട്ടെ ഇതേ സമയം അവരോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് വോഗിളിന്റെ അടുത്ത്. വോഗിളിന് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. സൂസി അങ്ങോട്ട് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയാണ് പക്ഷി സ്ത്രീ സംസാരിച്ചത്. ഇതേ സമയം തന്നെ അമാൻഡയ്ക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. ടോഡിനെ അവളെ സഹായിക്കാനാകും. ടോഡ് അപ്പോൾ പറയുകയാണ്, എനിക്ക് നിന്നെ സഹായിക്കാനാകില്ല, ഞാൻ നിന്റെ പോലെയല്ല. അമാൻഡെ പറയുകയാണ്, ശരിയാണ്, പക്ഷേ നിന്റെ എനർജി ഇവിടെ ഉപകാരപ്പെടും. നിന്റെ എനർജി ഉപയോഗിച്ച് കുറെ നേരത്തേക്ക് ഈ പോർട്ടൽ ഓപ്പൺ ആക്കി നിർത്താം. കുറെ നിർബന്ധിച്ചു കഴിയുമ്പോൾ ടോഡ് അതിന് തയ്യാറാകുന്നു. ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നത് കൊണ്ട് ഡെറിക്കും ഒന്ന് മടിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴായിരുന്നു സൂസിയുടെ അട്ടകച്ചുള്ള ചിരിയുടെ
എക്കോ അവിടെ കേൾക്കുന്നത്. അത് കേട്ട് വേറെ നിവർത്തിയില്ലാതെ ഡെറിക്ക് അതിനെ സമ്മതിക്കുന്നു. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങോട്ട് പോയില്ലെങ്കിൽ സൂസി അവരെ തീർക്കും. വോഗല് പറയുകയാണ് സൂസി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് ഈ പക്ഷി സ്ത്രീ പറഞ്ഞത്. റൗഡി 3 എല്ലാവരും അപ്പോൾ തീരുമാനിക്കുന്നത് അവർ പോയി സൂസിയെ തടയാമെന്നാണ്. ഇതുവഴി ടോഡിനും ഡെറിക്കിനും ഒക്കെ ഒരുപാട് സമയം കിട്ടും. ശേഷം ടോഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അമാൻഡ പറയുകയാണ് ഇതിൽ വെറുതെ കൈ മുക്കിയാൽ മാത്രം മതി, പക്ഷെ ഒരുപാട് വേദനയുണ്ടാകും. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും കൈ എടുക്കരുത്. ടോഡ് അതിന് തയ്യാറാകുന്നു. ധൈര്യമൊക്കെ സംഭരിച്ച് ഡെറിക്കും. പിന്നെ സൂസിയുടെ അട്ടഹസിച്ചുള്ള സ്വരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൂസിയുടെ അടുത്തേക്ക് പൊക്കൊണ്ടിരിക്കുന്ന റൗഡി 3നെയും ഫാറയെയും ടീനയെയും മറ്റുള്ളവരെയും മേജിന്റെ ആളുകളുടെ കൂട്ടക്കൊലയും കാണിക്കുന്നു. കൈ മുക്കി കഴിയുമ്പോൾ ടോഡിനും അമാൻഡയ്ക്കും ഒരുപാട് വേദന അനുഭവപ്പെടുന്നുണ്ട്. അവർ വേദനയാൽ പുളഞ്ഞ് കരയുന്നു. എങ്കിലും അവർ കൈ എടുക്കുന്നില്ല. ഡെറിക്കാകട്ടെ അതിലേക്ക് ചാടുന്നതായിട്ട് കാണിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിരിക്കും ഇതിന്റെ അവസാനത്തെ എപ്പിസോഡ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.